പ്രകാശനം ചെയ്യപ്പെടുകയാണ്. രചയിതാവിനെ സംബന്ധിച്ച് വലിയ ആത്മനിർവൃതിയുടെ അനർഘ നിമിഷങ്ങളാണ്. അനഘേഷ് സാറിന്റെ മുഖത്ത് കാണുന്ന ഒരു ആത്മനിർവൃതി, അതിന്റെ വലിയൊരു അളവ് നമ്മൾ അധ്യാപകരിലും ഇന്ന് പ്രകടമാകുന്നുണ്ട്. ഒരുപാട് നാളത്തെ അദ്ദേഹത്തിന്റെ ആഗ്രഹമായിരുന്നു അദ്ദേഹം എഴുതിയ കവിതകളുടെ ഒരു പുസ്തക രൂപത്തിലുള്ള പ്രകാശനം. ഒരുപാട് നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു. കൊപ്പേടി കോളേജിലെ അധ്യാപകരെല്ലാം തന്നെ അദ്ദേഹത്തെ പരമാവധി പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഉൾപ്പെടെ എല്ലാവരും അതിന് കാരണക്കാരാവുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഒരു വലിയ മൊമെന്റാണ്. അനിൽ സാർ പറഞ്ഞതുപോലെ എന്നെ പഠിപ്പിച്ച അധ്യാപകരിൽ നിന്നും ഞാൻ പുസ്തകം ഏറ്റുവാങ്ങുന്നു. പുസ്തകം എഴുതിയത് ഞങ്ങളുടെ വിദ്യാർത്ഥി കൂടിയായ അനഘേഷ്. സോ ഇതൊരു 3 തലമുറകളുടെ ഒരു സംഗമ വേദിയായിട്ട് ഞാൻ ഇതിനെ കാണുന്നു. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അനുഭൂതിയും സന്തോഷവും ഇന്ന് മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അനഘേഷ് മാഷിന് ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ എനിക്ക് ഉറപ്പുണ്ട്. എൻ്റെ മനസ്സ് പറയുന്നു, വിത്തിൻ 10 ഇയർ കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു കവിയായി അനഘേഷ് മാറും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അദ്ദേഹത്തിനെ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം കൂടിയില്ല. നമുക്കിപ്പോ ഇങ്ങനെ പുസ്തകം കേട്ട് പുസ്തക പ്രകാശനം കണ്ട് നമുക്കിപ്പോ ഒരു പുസ്തക പ്രകാശനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് കുറെ സാമ്പത്തിക ചെലവുകൾ വരും. അപ്പോൾ ഇതിപ്പോ അദ്ദേഹം ചെയ്തു. ഇനി അടുത്ത ഒരു എഡിഷൻ ഇതിന്റെ 2nd എഡിഷൻ ആവും, അല്ലെങ്കിൽ പുതിയൊരു കവിതാ സമാഹാരം അദ്ദേഹത്തിന് പുറത്തിറക്കാൻ സാധിക്കണമെങ്കിൽ അതിന് സാധിക്കണമെങ്കിൽ പുസ്തകം ഇറക്കാനുള്ള സാമ്പത്തികം ഉണ്ടാകണം. അപ്പൊ അദ്ദേഹം എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുള്ള പുസ്തകങ്ങൾ നമ്മളെല്ലാവരും വാങ്ങി അദ്ദേഹത്തിന് പരോക്ഷമായി ഒന്ന് സഹായിക്കണം എന്നുകൂടെ ഞാൻ ഈ വേളയിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമയത്തുള്ള സന്തോഷം നമ്മളെല്ലാവരുമായും പങ്കുവെച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. അനഘേഷിന്റെ ഗോദാവരി കവിതാ സമാഹാരങ്ങളുടെ പ്രകാശനം പ്രൗഢഗംഭീരമായ ഈ ചടങ്ങിൽ ബഹുമാനപ്പെട്ട കവി, നോവലിസ്റ്റ്, അധ്യാപകൻ ശ്രീ വി ജി തമ്പി സാർ, നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ശ്രീ സജീവൻ സാർ നൽകിക്കൊണ്ട് പ്രകാശനം നിർവഹിച്ചിരിക്കുന്നു. വലിയൊരു സ്നേഹം നമ്മളെ ആകെ ഇപ്പോൾ പൊതിഞ്ഞു നിൽക്കുകയാണ്. അത് അനുഗ്രഹത്തിൻ്റെ, പ്രചോദനത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, കരുതലിൻ്റെ ഒക്കെയായ ഒരു അവസ്ഥയിലാണ് നമ്മളെല്ലാവരും ഇപ്പോൾ പൂരിതമായിരിക്കുന്നത്. അതെല്ലാം നമ്മളിങ്ങനെ പൊതിഞ്ഞിരിക്കുകയാണ്. ഒരുപാട് സന്തോഷത്തോടു കൂടിയിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ധാരാളം പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യാനും ഏറ്റുവാങ്ങുവാനും അതിനെക്കുറിച്ച് സംസാരിക്കുവാനും ഇതിനിടയിൽ ഒരുപാട് കാലങ്ങളിൽ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് തുടങ്ങുന്ന വളരെ മുമ്പാണ്. ആദ്യത്തെ ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ആദ്യത്തെ കാവ്യ സമാഹാരം 79-80 കാലത്ത് പ്രകാശനം ചെയ്തത്, അതിൻ്റെ അവതാരിക എഴുതിയത് ഞാനാണ്. അത് അന്ന് ഞാൻ വിദ്യാർത്ഥിയാണ്, ബാലചന്ദ്രൻ ചുള്ളിക്കാടും വിദ്യാർത്ഥിയാണ്. 18 കവിതകൾ ആ പുസ്തകത്തെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഒരുപക്ഷെ ബാലചന്ദ്രൻ്റെ ഏറ്റവും നല്ല കവിതകൾ ഉൾപ്പെടുന്ന ഒരു സമാഹാരമാണ് 18 കവിതകൾ. ആ കവിതകൾക്ക് ഒരു വിദ്യാർത്ഥിയായിരുന്ന എനിക്ക് അവതാരിക എഴുതാനായിട്ടുള്ള ഒരു അവസരം അദ്ദേഹം തരികയുണ്ടായി. അതിനകത്തെ ആദ്യത്തെ വാചകം ഇതായിരുന്നു: മലയാളത്തിൻ്റെ യുവകവിതയുടെ ദൃഢപ്രതീക്ഷയാണ് ബാലചന്ദ്രൻ്റെ കവിതകൾ എന്നാണ് ഞാൻ അതിനകത്ത് എഴുതിയത്. അന്ന് ബാലചന്ദ്രൻ ആരും ആയിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ആ കവിതാ സമാഹാരം
പ്രസാധനം ചെയ്യുവാനായിട്ട് DC ബുക്സോ മറ്റാരും തന്നെ സന്നദ്ധരായിരുന്നില്ല. അതെല്ലാം അവരെല്ലാം ഒഴിവാക്കിയ ആ സമാഹാരം അന്ന് വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടായ്മ രസന എന്നുള്ള പേരിലുണ്ടായിരുന്നു. രസന മാസിക, അതിൻ്റെ എഡിറ്ററും കൂടിയായിരുന്നു ഞാൻ. അപ്പോൾ അങ്ങനെ ആ മാസികയാണ് ശരിക്കും ആ പുസ്തകം പുറത്തേക്ക് കൊണ്ടുവന്നത്. അതിനുശേഷം നമുക്കറിയാം, അതിനുശേഷം ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ യാത്രകൾ, അദ്ദേഹത്തിൻ്റെ ഉയർച്ചകൾ, ഇതൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ എഴുതിയ ആദ്യത്തെ ഒരു അവതാരിക എന്ന് പറയുന്നത് ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെതാണ്. പിന്നീട് ധാരാളം പുസ്തകങ്ങൾക്ക് ഞാൻ അവതാരികകൾ എഴുതിയിട്ടുണ്ട്. രാവുണ്ണിയുടെ പുസ്തകത്തിന് തുടർന്നുള്ള വർഷം ഞാൻ അവതാരിക എഴുതി. ഇങ്ങനെ പല കവികളുടെയും ആദ്യ സമാഹാരങ്ങൾക്ക് ഇതുപോലെയുള്ളതായ ചില കുറിപ്പുകൾ എഴുതാനായിട്ടുള്ള അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഏറ്റവും അവസാനമായിട്ട് ആണ് അനഘേഷിൻ്റെ പുസ്തകത്തിന് ഞാൻ ഒരു കുറിപ്പ് എഴുതുന്നത്. അത് മറ്റൊരു രീതിയിൽ നിങ്ങൾ എടുക്കരുത്. ഞാൻ എഴുതിയ അവതാരികകൾ വന്ന പുസ്തകങ്ങളെല്ലാം തന്നെ മലയാളത്തിൽ വളരെയേറെ പ്രകാശം പരത്തിയ പുസ്തകങ്ങളായിരുന്നു. വളരെയേറെ പ്രകാശം പരത്തിയ പുസ്തകങ്ങൾ. ഏതാണ്ട് ഒരു 60-ലധികം പുസ്തകങ്ങൾക്ക് ഞാൻ അവതാരികകൾ എഴുതേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ആ പുസ്തകങ്ങളെല്ലാം തന്നെ അത്രയേറെ സ്നേഹം, അത്രയേറെ പ്രതീക്ഷ ഒക്കെ നൽകുന്ന പുസ്തകങ്ങളായിരുന്നു. എല്ലാവരുടെയും ആദ്യ സമാഹാരങ്ങളുമായിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ ബാലചന്ദ്രൻ ചുള്ളിക്കാട്ടിൽ നിന്ന് അനഘേഷിലേക്ക് മലയാള കവിതയുടെ ഒരു സഞ്ചാരത്തെ ഞാൻ കാണുന്നത്. ഇത് ഒരു ചെറിയ കാര്യമല്ല. ശരിക്കും സത്യത്തിൽ ഇത് ഞാനൊന്നും പ്രകാശിപ്പിക്കേണ്ട ഒരു പുസ്തകമല്ല, സ്വയം പ്രകാശിക്കേണ്ട ഒരു പുസ്തകമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. അത്രമാത്രം മൗലികതയുള്ള, അത്രമാത്രം വലിയ പ്രതീക്ഷകൾ പകരുന്ന ഒരു പുസ്തകമാണ് അനഘേഷിൻ്റെ ഗോദാവരി എന്ന് പറയുന്ന സമാഹാരം. ഒരു വർഷം മുമ്പ് ആണ് ഞാൻ അനഘേഷിനെ ആദ്യം കാണുന്നത്. ഇവിടെ ഒരു ചടങ്ങിൽ സംബന്ധിക്കാൻ ഞാൻ വന്നപ്പോൾ അനഘേഷ് ഒരു കവിത ചൊല്ലി. അതിമനോഹരമായിട്ടൊരു കവിതയാണ്. കവിതയുടെ പേരെനിക്ക് ഓർമ്മ വരുന്നില്ല. എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു. അതായത് മലയാളത്തിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന യുവ കവിതകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ വേറിട്ടൊരു വഴി, വേറിട്ടൊരു രൂപം, വേറിട്ടൊരു ഭാവം, ഒരു ശബ്ദം ഒക്കെ തന്നെ ആ ഒരു ആലാപനത്തിൽ എനിക്ക് കാണുവാനായിട്ട് സാധിച്ചു. ഞാൻ ചിലരോടൊക്കെ അത് ചോദിച്ചു, ആരാണ് ഇയാൾ എന്ന് ഞാൻ ചോദിക്കുകയൊക്കെ ഉണ്ടായി. അപ്പം അന്നേ തന്നെ എൻ്റെ മനസ്സിൽ അദ്ദേഹം എൻ്റെ ഹൃദയത്തിൽ കുടിയിരിക്കാൻ തുടങ്ങിയതാണ്. പിന്നെ മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ കാവ്യ സമാഹാരത്തിൻ്റെ മാനുസ്ക്രിപ്റ്റുമായിട്ട് വീട്ടിൽ വരുന്നത്. അപ്പോൾ എനിക്ക് ഉള്ളിൽ വലിയ സന്തോഷമായിരുന്നു. ഇവിടെ സജീവ മാഷ് പറഞ്ഞ പോലെ ഞാൻ വളരെ തിരക്കുള്ള ഒരു സമയമാണ്. തിരക്ക് വെറുതെ അഭിനയിച്ച തിരക്കൊന്നും ആയിരുന്നില്ല, അത്രമാത്രം തിരക്കുള്ള ഒരു സമയത്താണ് ഈ പുസ്തകത്തിന് ഇങ്ങനെ ഒരു കുറിപ്പ് എഴുതാനായിട്ടുള്ളൊരു നിർദ്ദേശമായിട്ട് വന്നത്. എന്തായാലും അത് ഏറ്റെടുക്കുകയല്ല ചെയ്തത്. വലിയ സന്തോഷത്തോട് കൂടിയിട്ട് ഞാൻ അതിനെ സ്വീകരിച്ചു വരികയാണ് ചെയ്തത്. എന്നിട്ടും കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ട് മാത്രമേ എനിക്ക് ഈ പുസ്തകത്തിൻ്റെ ഉള്ളിലൂടെ കുറച്ചൊക്കെ സഞ്ചരിക്കുവാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ആ സഞ്ചാരം എന്നെ വളരെയേറെ പ്രചോദനം പകർന്നൊരു കാര്യമാണ്. മലയാളത്തിലെ യുവ കവിത ധാരാളമായിട്ട് ഞാൻ ശ്രദ്ധിക്കാറുള്ളതാണ്. നമ്മുടെ ഫേസ്ബുക്കുകളിലൂടെയും മറ്റു ഒക്കെ തന്നെ വന്നുകൊണ്ടിരിക്കുന്ന പുതിയ കവിതകളായാലും മറ്റു കവിതകളൊക്കെ നോക്കുമ്പോൾ അതിലൊക്കെ വളരെ വ്യത്യസ്തമാണ്. ഈ കവിതകളിൽ യാതൊരു വിധത്തിലുള്ളതായ ബൗദ്ധിക അഭ്യാസങ്ങളൊന്നും കാണാൻ സാധിക്കുകയില്ല. ഒരു അലങ്കാരത്തിൻ്റെ ആവേശങ്ങളില്ല, വൈകാരികമായിട്ടുള്ള ആവേശങ്ങളില്ല. ഇതൊന്നും ഇല്ലാതെ വളരെ പക്വതയോട് കൂടിയിട്ട് വളരെ വലിയൊരു ആഴം ഉള്ളിൽ നിലനിർത്തിക്കൊണ്ടാണ് അനന്തതയുമായിട്ട് ഈ കവി സംവദിക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. ഞാൻ കണ്ടിട്ടേ ഇല്ല ഇങ്ങനെ ഒരു കാവ്യ പരിചരണ രീതി. ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ ഇത്രയും പക്വതയോടും വളരെ ആഴത്തോടും കൂടി അദ്ദേഹം കാണാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. ഈ പുസ്തകത്തിൻ്റെ ശീർഷകം ഗോദാവരി എന്ന് പറയുന്ന ശീർഷകത്തെക്കുറിച്ച് ഇവിടെ ആൻഡ്രൂ മാഷ് വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കുകയുണ്ടായി. ഭാരതത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു നദിയാണ് ഗോദാവരി. ആ ഗോദാവരി നദിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ആ നദിയുടെ ഒരു അന്തർധാര ഈ കവിതകളിലൂടെയൊക്കെ തന്നെ ഒഴുകുന്നതായിട്ട് കാണാൻ സാധിക്കും. 51 കവിതകളാണ് ഈ സമാഹാരത്തിലുള്ളത്. നമ്മൾ പറയാറുണ്ട്, ഒരു നദിയെ അതിൻ്റെ ഉപരിപ്ലവതയിൽ നോക്കാൻ പാടില്ല, അതിൻ്റെ ഉപരിതലത്തിൽ നോക്കാൻ പാടില്ല. അത് നദിയെ മാത്രമല്ല, നമ്മളെ ഓരോരുത്തരെയും നമ്മൾ അങ്ങനെ നോക്കാൻ പാടില്ല. ഓരോ മനുഷ്യനും നമ്മൾ ഉപരിതലത്തിൽ നോക്കിയിട്ട് കാര്യമില്ല. നമ്മുടെ പ്രത്യക്ഷത്തിൽ അവരെന്ത് വസ്ത്രം ധരിച്ചു അല്ലെ മറ്റു കാര്യങ്ങളല്ല. ആഴങ്ങളിലേക്ക് നമുക്ക് നോക്കാൻ പറ്റണം. ഓരോ വ്യക്തിയെയും ആഴങ്ങളിലേക്ക് നോക്കാൻ പറ്റണം. അതിൻ്റെ പ്രത്യക്ഷതയിൽ എന്ത് എന്നുള്ളത് നോക്കിയിട്ട് കാര്യമില്ല. ഒരു നദിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും അതിൻ്റെ ഉപരിതലത്തിലല്ല, അതിൻ്റെ ആഴങ്ങളിലും അതിൻ്റെ ചുഴികളിലും മലരികളിലും അതിൻ്റെ പ്രക്ഷുബ്ധമായിട്ടുള്ള ജലശൈലിയിലുമൊക്കെയാണ് ഒരു നദി നിലനിന്നുള്ളതെന്ന് നമുക്കറിയാൻ സാധിക്കും. ആ ഒരു നദിയെ നമുക്കറിയാം. ഒരു നദിയെ ഒന്ന് വെറുതെ ഒന്ന് സമീപിച്ചാൽ നദിയെ ഒഴുക്കാണ് നദിയെന്ന് നമുക്കറിയാം.
തണുപ്പാണ് നദി എന്ന് നമുക്കറിയാം. കാരണം നദിയുടെ അടുത്ത് വന്നാൽ നമുക്ക് തണുപ്പാണ് കിട്ടുന്നത്, നമുക്ക് ഒരു ശുദ്ധീകരണമാണ് കിട്ടുന്നത്. നമ്മുടെ ചുറ്റുമുള്ളതിനെ മുഴുവനും സ്വീകരിക്കാനായിട്ടുള്ള ഒന്നാണ് നദി എന്ന് പറയുന്നത്. അങ്ങനെ നദിക്ക് പലതരത്തിലുള്ള ക്വാളിറ്റീസ് ഉണ്ടെന്ന് നമുക്കറിയാം. അത് തണുപ്പിക്കുന്നു, അത് ശുദ്ധീകരിക്കുന്നു, ചുറ്റുപാടുകളെ മുഴുവനും ഉൾക്കൊള്ളുന്നു, അത് സാഗരോന്മുഖമായിട്ടുള്ള ഒന്നിലേക്ക് അത് സഞ്ചരിക്കുന്നു. ഇതൊക്കെ നദിയുടെ ഒരു സ്വഭാവമാണെന്ന് നമുക്കറിയാം. നദിയോട് ചേർന്നും നദിയുടെ പിന്നാലെയും നദിയുടെ മുമ്പേയും നമുക്ക് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ മനോഹരമായിട്ടൊരു പുസ്തകമുണ്ട്, നദിയിലൂടെ എങ്ങനെ സഞ്ചരിക്കാം, നദിയുടെ ഒപ്പം സഞ്ചരിക്കാം, നദിയുടെ പിന്നിലൂടെ സഞ്ചരിക്കാം, നദിയുടെ മുന്നിലൂടെയും സഞ്ചരിക്കാം. ഈ 3 അനുഭവങ്ങളും വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭൂതിയാണ് നമുക്കൊക്കെ നൽകുന്നത്. അപ്പൊ നദിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ആലോചനകളിലേക്കാണ് ഈ പുസ്തകം എന്നെ ആദ്യം കൊണ്ടുപോയത്. അത് പല രീതിയിൽ അതിന് ഉപരിപ്ലവതയിൽ നോക്കരുത് എന്നുള്ളൊരു കാര്യം. ഈ കവിതകളെ അതിൻ്റെ ഉപരിപ്ലവതയിൽ, അതിൻ്റെ ഭാഷാപരമായിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമല്ല, അതിൻ്റെ ആഴങ്ങളിൽ നമുക്ക് നോക്കാൻ പറ്റണം. അങ്ങനെ നോക്കുമ്പോഴാണ് അതിനകത്തുള്ള സന്നിഗ്ധതകൾ, അതിൻ്റെ സങ്കീർണതകൾ ഒക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കി കിട്ടൂ എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. നമ്മൾ ഓരോ വ്യക്തികളെ നോക്കുമ്പോഴും അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് പലപ്പോഴും അതൊരു ഉപരിപ്ലവതയിലാണ് ഒരാളെ നമ്മൾ ജഡ്ജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പക്ഷേ ഈ കവിതകളെല്ലാം തന്നെ അതിൻ്റെ ആഴങ്ങളിൽ പല കാര്യങ്ങളെയും സംരക്ഷിച്ച് നിർത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഈ കവിതയുടെ ഭാവുകത്വം എന്ന് പറയുന്നത്, അതിൻ്റെ അഭിരുചികൾ എന്നൊക്കെ പറയുന്നത് അങ്ങനെ വളരെ സമ്പന്നമായിട്ടുള്ള ഒന്നാണ്. വളരെ വിപുലമായിട്ടുള്ളൊരു വായനാ സംസ്കാരം ശരിക്കും അനഘേഷിന് കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എനിക്ക് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ജീവിതം അറിഞ്ഞുകൂടാ, പക്ഷെ എന്നിരുന്നാലും അദ്ദേഹവുമായിട്ട് കുറച്ച് നേരം സംസാരിച്ചപ്പോൾ തന്നെ ജീവിതത്തോട് അദ്ദേഹം പുലർത്തുന്ന ഒരു വലിയൊരു അനുരാഗമുണ്ട്, ഒരു വലിയൊരു പ്രണയമുണ്ട്, വലിയ ചില ഉത്തരവാദിത്തങ്ങളുണ്ട്, വലിയ സ്നേഹങ്ങളുണ്ട്. ഇങ്ങനെയുള്ള ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ അങ്ങനെ ജീവിതത്തെ ആ തരത്തിലുള്ളതായ ഒരു അവബോധത്തോട് കൂടിയിട്ട് കാണാൻ കഴിയുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല, കഴിയില്ല. അതെല്ലാം എങ്ങനെയോ അദ്ദേഹത്തിന് കിട്ടി. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് അച്ഛനിൽ നിന്നായിരിക്കാം അത് കിട്ടിയിരിക്കുന്നതെന്ന് തോന്നുന്നു. അച്ഛനിൽ നിന്നാണ്. അച്ഛൻ അത്രമാത്രം അദ്ദേഹത്തെ പ്രചോദിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പുസ്തകത്തിന്റെ സമർപ്പണത്തിൽ അച്ഛനെ കുറിച്ചുള്ള അങ്ങനെ ഒരു വരി അദ്ദേഹം എഴുതിയിട്ടുണ്ട്. എവിടെ വെച്ച് അദ്ദേഹം അച്ഛൻ എന്നെ എങ്ങനെയൊക്കെയാണ് സ്വാധീനിച്ച്, എന്നെ സ്പർശിച്ചത്, എന്നെ എന്നൊക്കെ അദ്ദേഹം പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് വളരെ വളരെ സമ്പന്നമായിട്ടൊരു ഭാവുകത്വവും വായനാ സംസ്കാരവും ഉള്ളൊരു ആണ് അദ്ദേഹത്തിന് അച്ഛൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു രൂപീകരണം ശരിക്കും സംഭവിച്ചിരിക്കുന്നത്. അത് വളരെ വളരെ പ്രതീക്ഷ നിറയ്ക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ സമാഹാരം ഇവിടെ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ പുസ്തകത്തിൻ്റെ അവതാരിക എഴുതാനായിട്ടുള്ള ഒരു അവസരം എനിക്ക് കിട്ടി. പല കവിതകളെക്കുറിച്ച് ഞാൻ അതിൽ ചില സൂചനകൾ കൊടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് കവിതകളെക്കുറിച്ചേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ 51 കവിതകൾ ഇതിനകത്തുണ്ട്. ഈ കവിതകളെ ഓരോന്നിനെയും തൊട്ട് നോക്കിയിട്ട് അതിനെ രുചിച്ച് ആസ്വദിച്ച് അതിനെക്കുറിച്ചൊക്കെ പറയാൻ സാധിക്കും. കാരണം അങ്ങനെയാണ് ആ കവിതയുടെ ഒരു സ്വഭാവം. വെറുതെ അങ്ങ് പറഞ്ഞിടുന്ന കവിതകളല്ല. എല്ലാത്തിനകത്തും ഒരുപാട് അർത്ഥാന്തന്യാസങ്ങളുണ്ട്, ഒരുപാട് തരത്തിലുള്ള അർത്ഥങ്ങളുടെ അടരുകളുണ്ട്. അതിലൂടെയൊക്കെയാണ് ഈ കവിത നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കേവലം ഈ പ്രായത്തിൽ ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു ജീവിതത്തിന്റെ തുടക്കക്കാരനായിട്ടുള്ള ഒരാൾക്ക് ഇത്രയും പക്വതയോട് കൂടിയിട്ട് കവിതകൾ എഴുതാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും അദ്ദേഹം നടത്തിയിരിക്കുന്നു. ഇത് അദ്ദേഹത്തിൻ്റെ ആദ്യ സമാഹാരമാണെങ്കിലും തുടർന്ന് അദ്ദേഹത്തിന് വളരെ വലിയ ഒരു മുന്നേറ്റം മലയാള കവിതയിൽ നിർവഹിക്കാനായിട്ട് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് നമ്മളൊരു കവിതാ സമാഹാരത്തിൻ്റെ പ്രകാശന ചടങ്ങിൽ ആശംസകളും ഒക്കെ പറഞ്ഞുകൊണ്ട് നമ്മളതൊക്കെ പറയും. പക്ഷെ അതല്ലാത്ത വിധത്തിലുള്ളതായ വലിയ ഗുണങ്ങളുള്ള ഒരു സമാഹാരമാണ് ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുന്നത്. എനിക്കിവിടെ പറയാൻ തോന്നുന്നത് ഈ കലാലയത്തെക്കുറിച്ചും 2 വാക്ക് പറയാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. ഈ കലാലയത്തിനും നമുക്കറിയാം, ഒരു കലാലയം അതിൻ്റെ സർഗാത്മകത കൊണ്ട്, അതിൻ്റെ ഭാവനകൾ കൊണ്ട്, അതിൻ്റെ സങ്കല്പങ്ങളെ കൊണ്ടും സ്വപ്നങ്ങൾ കൊണ്ടുമാണ് ഏറ്റവും കൂടുതലായിട്ട് വളർന്നു വരുന്നത്. അപ്പോൾ ഭാവന കൊണ്ടും സ്വപ്നങ്ങൾ കൊണ്ടും പകരാൻ കഴിയുന്ന ചില ഇടങ്ങൾ ഓരോ വിദ്യാലയത്തിനകത്തും ഉണ്ടാകേണ്ട ആവശ്യമുണ്ട്. പക്ഷെ നമുക്കറിയാം നമ്മുടെ കലാലയങ്ങൾക്ക് പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ വളരെ വലിയ ഒരു വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇത് വളരെ അത്ഭുതമാണ്. ശരിക്കും ഈ കോപ്പറേറ്റീവ് കോളേജിനകത്ത് ഏതാണ്ട് 1000-ഓളം കുട്ടികൾ പഠിക്കുന്നു എന്ന് പറയുമ്പോൾ അവിശ്വസനീയമായിട്ടുള്ളൊരു കാര്യമാണ്. മിക്കവാറും കേരളത്തിലെ മുഴുവനും എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ പാരലൽ കോളേജുകളെല്ലാം നിന്ന് കഴിഞ്ഞു. വലിയ പ്രതീക്ഷ പുലർത്തുന്ന വലിയ പാരലൽ കോളേജുകളൊന്നും തന്നെ ഇപ്പോൾ നിലനിൽക്കുന്നില്ല. പാരലൽ കോളേജുകൾ മാത്രമല്ല, ഉന്നത വിദ്യാഭ്യാസ രംഗത്തുള്ള കലാലയങ്ങൾ തന്നെ അത് വലിയൊരു മൂല്യച്യുതിയെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്കറിയാം. ഒരിടത്തും സർഗാത്മകതയുടെ വെളിച്ചങ്ങളോ തെളിച്ചങ്ങളോ ഒന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. അത്തരമൊരു സന്ദർഭത്തിൽ നമുക്കറിയാം, ഒരു കലാലയത്തിന് ഏറ്റവും കൂടുതൽ അതിന് പ്രകാശം കൊടുക്കുന്ന, അതിനകത്ത് എത്രത്തോളം ഭാവനയുടെ അംശങ്ങൾ ഉണ്ടായിരിക്കണം, സ്വപ്നങ്ങളുടെയും കവിതകളുടെയും അംശങ്ങൾ എത്രത്തോളം ഉണ്ടാകണം എന്ന് നോക്കിക്കൊണ്ടാണ്.
അത് അറിവുകൾ മാത്രം കൊടുത്താൽ പോരാ, അനുഭൂതികളെ കൂടി കൊടുക്കുകയാണ്. സൗന്ദര്യാത്മകമായിട്ടുള്ള ഒരു പുതിയ ബോധനശാസ്ത്രത്തെ ഉണ്ടാക്കുകയാണ് ശരിക്കും എല്ലാ കലാലയങ്ങളും ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കലാലയത്തെ കുറിച്ചും എനിക്ക് ചില പ്രതീക്ഷകളുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഈ കലാലയത്തിൽ നിന്ന് ഒരു കല്ലങ്ങ് എറിഞ്ഞാൽ എൻ്റെ വീട്ടിലെത്തും. അത്രയും അടുത്താണ്. കല്ലെറിയരുത് കേട്ടോ. ഇവിടെ നിന്നൊരു കല്ലെറിഞ്ഞാൽ അത്രയും അടുത്ത ഒരു സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. വളരെ അയൽവാസിയാണ്. ഈ കലാലയത്തിൻ്റെ വളരെ അടുത്ത ഒരു അയൽവാസിയാണ് ഞാൻ. അപ്പോൾ ഈ കലാലയത്തിലെ ഹൃദയമിടിപ്പുകൾ, ഇവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെയും ഇവിടെ എന്നെ ക്ഷണിച്ചിട്ടില്ലെങ്കിൽ പോലും ഞാൻ ശ്രദ്ധാപൂർവ്വം ഞാനത് പിന്തുടരുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന മാസികകൾ ഞാൻ വായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇവിടെ നടക്കുന്ന പലതരത്തിലായ സാംസ്കാരിക സംഭവങ്ങളെ കുറിച്ച് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും സജീവൻ മാഷ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു വലിയൊരു അനുഗ്രഹമുണ്ട്. അത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല അങ്ങനെ ഒരു വ്യക്തിയെ കിട്ടുക എന്ന് പറയുന്നത്. അദ്ദേഹം കൊടുക്കുന്ന ഒരു സ്നേഹത്തിന്റെയും കരുതലിന്റെയും പ്രചോദനത്തിന്റെയും ഭാവനയുടേതുമായിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അത് മറ്റധികം പേർക്കും ഇങ്ങനെയൊരു നേതൃത്വം ഒരു കലാലയത്തിൽ കിട്ടിയിരിക്കാൻ ഇടയില്ല. അതൊക്കെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് വലിയൊരു അനുഗ്രഹമായി വന്നിരിക്കുകയാണ്. ഏതൊരാളെയും എവിടെയൊക്കെ ചെറിയൊരു തിളക്കമുണ്ടോ ആ തിളക്കമുള്ള ഒരാളെ തിളക്കത്തെ ഒരു വലിയ നക്ഷത്രമാക്കി മാറ്റുവാനായിട്ട് സജീവൻ മാഷിന് കഴിയാറുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ക്വാളിറ്റിയാണത്. അതിനെയൊക്കെ സ്വയം പ്രകാശിക്കുകയും മറ്റുള്ളവരെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്ന മ്യൂച്വൽ ഇല്യൂമിനേഷൻ എന്ന് പറയില്ലേ, മ്യൂച്വൽ ഇല്യൂമിനേറ്റഡ് ആക്കുക എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ സജീവ മാഷിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കലാലയത്തിൻ്റെ ആ ഒരു പ്രത്യേകത, അതായത് ഇവിടെ ഒരു നമ്മൾ പറയാറുണ്ടല്ലോ മസ്തിഷ്കത്തിലേക്കുള്ള വഴി ഹൃദയത്തിലൂടെയാണെന്ന് നമ്മൾ പറയും. ഹൃദയത്തിലൂടെയാണ് മസ്തിഷ്കത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയുക. എന്ന് വെച്ചാൽ മസ്തിഷ്കം എന്ന് പറയുന്നത് നമ്മുടെ ആശയങ്ങളാകാം, സിദ്ധാന്തങ്ങളാകാം, ചിന്തകളാകാം. ഇതിനെ ആവിഷ്കരിക്കുക മാത്രമല്ല, അത് ഹൃദയത്തിൻ്റെതായിട്ടുള്ള ഒരു ശുശ്രൂഷ അവിടെ നടക്കേണ്ട ആവശ്യമുണ്ട്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു ഹൃദയ ശുശ്രൂഷയാണ്. നമ്മൾ എത്രത്തോളം നമ്മുടെ വിദ്യാർത്ഥികളെ വൈകാരികതകളെ വിരലമർത്താൻ സാധിക്കുന്നു, അതിനെ പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം അങ്ങനെയുള്ള ഒരു വലിയ സാധ്യത ചെറിയ അളവിലാണെങ്കിൽ പോലും ഈ കോപ്പറേറ്റീവ് കോളേജിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ളത് നമ്മളെ ആകെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതിനുള്ളിലാണ് ശരിക്കും ഇതുപോലെയുള്ള ഒരു കവിതാ സമാഹാരത്തിൽ പ്രകാശനം ചെയ്യപ്പെടുന്നത്. നിങ്ങൾക്ക് വളരെയേറെ അഭിമാനിക്കാവുന്ന ഒരു നിമിഷം തന്നെയാണിത്. കാരണം നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ ഇത്രയും മികച്ച മലയാളത്തിലെ യുവ കവിത എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ അത് സൂചിപ്പിച്ചു, അതിന് പലതരത്തിൽ നമുക്ക് വലിയ രീതിയിൽ ഒരു നൈരാശ്യം തോന്നാവുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ന്യൂ ജനറേഷൻ ബൈക്ക് പോലെയാണതെന്ന് തോന്നും. ന്യൂ ജനറേഷൻ ബൈക്ക് ഉണ്ടല്ലോ, അതിലെന്താണ് സംഭവിക്കുന്നത്? ഒരു ബൈക്ക്, ആ ബൈക്കിനകത്തിന്റെ സൈലൻസർ അല്പം ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിന്റെ ഒരു എന്താ പറയാ, അതിന് ഏതെങ്കിലും ചില ഭാഗങ്ങൾ മാത്രം, ലൈറ്റ് ഇത് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു പ്രകൃതാണ് നമ്മുടെ കവിതകൾക്ക് എന്താണ് പലപ്പോഴും സംഭവിക്കുന്നത്. വളരെ ആഴത്തിൽ ആ കവിതകളെ അതിന്റെ വികാരങ്ങളെയും ആശയങ്ങളെയും ഒക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങൾ, ഭാഷയുടെ വലിയ അത്ഭുത അടയാളങ്ങളായി മാറേണ്ട കവിതകൾ പലപ്പോഴും ഇങ്ങനെ വളരെ ശുഷ്കമായി പോകുന്ന സാഹചര്യമൊക്കെ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ യുവ കവിതയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കനമില്ലായ്മ, ഒരു പരന്ന ഒരവസ്ഥ, അതിനെ മാറ്റിക്കളയുകയാണ് ശരിക്കും ഇതുപോലെയുള്ള ഒരു സമാഹാരത്തിലൂടെ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഞാൻ 79 എഴുതിയ ബാലേന്ദ്രൻ ചുള്ളിക്കാടിന്റെ കവിതകളെ കുറിച്ച് എഴുതിയ മലയാള യുവകവിതയുടെ ദൃഢപ്രതീക്ഷ എന്ന് പറയുന്ന ഒരു വാക്ക്, അത് അത്ര വലിയ വാക്കൊന്നും അല്ലാന്ന് ഇപ്പോൾ നമുക്കറിയാം. പക്ഷെ അന്നത് വലിയൊരു വാക്കായിരുന്നു അത്. കാരണം ഒരു തരത്തിലും ആ തരത്തിൽ അറിയപ്പെടാത്ത ഒരു കവിയെ കുറിച്ചാണ് നമ്മൾ അന്നത് പറഞ്ഞത്. പക്ഷെ അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ അദ്ദേഹത്തിന് അത് ആവിഷ്കരിക്കാനായിട്ടൊക്കെ സാധിച്ചു. ഇന്ന് നമ്മൾ പറയുകയാണ് ഇതേപോലെയുള്ള ഒരു കവിയെ വലിയൊരു ദൃഢപ്രതീക്ഷ, മലയാള കവിതയ്ക്ക് വലിയൊരു പ്രതീക്ഷ അദ്ദേഹം നൽകുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എൻ്റെ ഇതുവരെയുള്ള എൻ്റെ ജീവിതത്തിൽ നിന്ന് കണ്ടെത്തിയ ചില കാഴ്ചപ്പാടുകൾ എന്നുള്ള രീതിയിൽ നിങ്ങളതിനെ കാണണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നത്തെ ദിവസത്തിന് വ്യക്തിപരമായിട്ടുള്ള ഒരു സന്തോഷം കൂടി എനിക്കുണ്ട്. ഇന്ന് എനിക്കൊരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതായതിനാണ് ഇന്നത്തെ പത്രങ്ങളിൽ അത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഈ 2024 5 അവാർഡുകളാണ് എനിക്ക് ഈ നോവലിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. ഇതം പാരമിതം എന്ന് പറയുന്ന നോവലിന് 5 അവാർഡുകൾ കിട്ടി. 5ാമത്തെ പതിപ്പ് ഇറങ്ങിക്കഴിഞ്ഞു. ഇത് സാധാരണ നിലയ്ക്ക് മലയാളത്തിൽ സംഭവിക്കാത്ത കാര്യമാണ്.
ഒരു 10 മാസം കൊണ്ട് 5 പതിപ്പുകൾ ഇറങ്ങുക എന്ന് പറയുന്നത് സാമാന്യം വലിപ്പമുള്ള ഒരു പുസ്തകമാണ്. 500ഓളം പേജ് വരുന്ന ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തിന് ആ തരത്തിലുള്ള ഒരു വലിയ അനുഗ്രഹം കിട്ടിയിരിക്കുന്നു. ഈ ദിവസത്തിനും അങ്ങനെ ഒരു പ്രാധാന്യം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഈ കവിതകളെ തന്നെ ഞാൻ എൻ്റെ നോവലുമായിട്ട് അല്ലെങ്കിൽ എൻ്റെ ഈ തരത്തിലുള്ളതായ എന്താ പറയുക സർഗാത്മകമായിട്ടുള്ള ചില ഇടപെടലുകളുമായി ചേർത്ത് വെച്ചിട്ടാണ് ഈ നോവലിലെ ആമുഖക്കുറിപ്പ് എഴുതാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ പ്രവേശിക്കുന്നത് ശരിയല്ല. കാരണം ഒരു അവതാരികക്കാരൻ തന്നെ അതിനെക്കുറിച്ച് അത് എഴുതപ്പെട്ട് കഴിഞ്ഞ സ്ഥിതിക്ക് അതിനെക്കുറിച്ച് അധികം പറയേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. പക്ഷെ ഇതിനകത്ത് ആദ്യത്തെ കവിത തന്നെ നോക്കുകയാണെങ്കിൽ ആന എന്നാണ് ആ കവിതയുടെ പേര്. ആന എന്നാണ്. അതൊരു വിചിത്രമായിട്ടുള്ള ഒരു ആന നിരീക്ഷണമാണ് നടക്കുന്നത്. ആന നമുക്കറിയാം, അത് ഇത്രയേറെ മർമ്മസ്ഥാനങ്ങളുണ്ട്, ഇത്രയും വലിപ്പമുണ്ട്, ആനച്ചന്തമുണ്ട്, ഇതെല്ലാം കൂടി ചേർത്ത് നമ്മളെ ആകെ ഏതൊരാളെയും വല്ലാത്ത രീതിയിൽ ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു ജീവിയാണ് ആന എന്ന് നമുക്കറിയാം. അങ്ങനെയുള്ള ഒരു ആനയെ കുറിച്ച് പറഞ്ഞ് ആന ഒരു കവിതയായി മാറുകയാണ് ചെയ്യുന്നത്. ആന ഒരു കവിതയായിട്ട് മാറുന്നു. കവിതയ്ക്കും ഇതേ സ്വഭാവങ്ങൾ തന്നെയാണുള്ളത്. പലപ്പോഴും ഒരു പർവ്വതത്തെ വിവരിച്ച് ഒരു സന്യാസിയായിട്ട് ആ പർവ്വതം മാറുന്നതിനെ കുറിച്ചുള്ള ഒരു കവിത ഞാൻ വായിച്ചു ഓർക്കുകയാണ്. അത് അതായി തന്നെ മാറുകയാണ്. അതേപോലെ തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. ഒരു ആന ഒരു കവിതയായിട്ട് മാറുകയാണ്. കവിതയുടേതായിട്ടുള്ള ഒരുപാട് എന്താ പറയുക അത്ഭുത ഭാവങ്ങൾ, അത്ഭുതാത്മകത, നിഗൂഢതകൾ, രഹസ്യാത്മകതകൾ ഇതെല്ലാം തന്നെ ആനയ്ക്ക് തുല്യം കവിതയിലും കണ്ടെത്തുന്ന ഒരു രീതിയാണ്. ഇത് ആ കവിതയിൽ മാത്രമല്ല, അത് അനകേഷിന്റെ കവിതകളുടെ ഒരു യാത്ര എപ്പോഴും അങ്ങനെയാണ്. ഒന്നിനെ കുറിച്ച് പറയുന്നു, മറ്റൊന്ന് അതിലൂടെ അവതരിപ്പിക്കപ്പെടുന്നു എന്നുള്ളൊരു കാര്യം. നമ്മളൊരു പുസ്തകം വായിക്കുന്നു, ആ പുസ്തകം വായിക്കുമ്പോൾ തന്നെ മറ്റൊരു പുസ്തകം അതിനോടൊപ്പം വായിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെയുള്ള ഒരു അനുഭവം. രണ്ടാമത്തെ കവിതയ്ക്ക് മാത്രം അങ്ങനെയുള്ളൊരു സ്വഭാവമുണ്ട്. ഒരു പ്രണയത്തെക്കുറിച്ച് പറയുന്ന ഒരു പെണ്ണിനെ കുറിച്ച് പറയാണ്. പക്ഷെ അതിങ്ങനെ പറഞ്ഞ് അതൊരു വലിയ ഒരു കവിതയായിട്ടൊക്കെ മാറുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ പല കവിതകൾക്കകത്തും ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഇതിഹാസ ഭാവന ഇതിൽ പ്രവർത്തിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇത്രയും ചെറിയ പ്രായത്തിൽ രാമായണവും മഹാഭാരതവും എല്ലാം തന്നെ അതിന്റെ സത്തയിൽ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ അങ്ങനെ തന്നെ വാറ്റിയെടുക്കാനായിട്ടുള്ള ഒരു ശ്രമം ഈ കവിതകൾക്കകത്ത് നടക്കുന്നുണ്ട്. ഇപ്പൊ ഇതിനകത്തെ ഒരു എന്താണ് നവരസരാമൻ എന്ന് പറയുന്ന ഒരു കവിതയുണ്ട്. നവരസരാമൻ എന്ന് പറയുന്ന ഒരു കവിത. ഇപ്പൊ രാമായണത്തിലെ രാമനെ ഒരുപാട് പ്രത്യേകതകൾ നമുക്കറിയാം. പക്ഷെ അത് രാമനെ ഒരു 9 രസങ്ങളിലൂടെ അവതരിപ്പിച്ച് പോവുകയാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. വളരെ ആറ്റി കുറുക്കി എടുത്തിരിക്കുകയാണ്. രാമായണത്തിന്റെ ഒരു സംക്ഷിപ്തം ശരിക്കും ആ കവിതയിൽ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. അങ്ങനെ രാമായണത്തിന്റെ വായന സംസ്കാരം, അതേപോലെ തന്നെ മഹാഭാരതത്തിന്റെ ഇതേപോലെ തന്നെ കുരുക്ഷേത്രം എന്ന് പറയുന്ന അതേ ഇതിലത്തെ ഒരു കവിതയുണ്ട്, ദീർഘ കവിതയാണ്. അതിലും ഇത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. നമുക്ക് ഒരു മഹാഭാരതത്തിന്റെ ലക്ഷം വരികളിലുള്ള മഹാഭാരതത്തിന് എത്രയോ വൈചിത്രങ്ങളുള്ള കഥാപാത്രങ്ങൾ, സംഭവഗതികൾ ഇതൊക്കെ നമുക്കറിയാം. അതിനെല്ലാം തന്നെ ഒരു പ്രത്യേക രീതിയിൽ ഒരു കാഴ്ചപ്പാടോട് കൂടിയിട്ട് ഊറ്റിയെടുക്കുകയാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. അത് ആ 2 കവിതകളിലെ ഈ 2 ഇതിഹാസങ്ങളെ അവതരിപ്പിക്കുകയല്ല ചെയ്തത്. മറ്റെല്ലാ കവിതകൾക്കകത്തും അത്തരത്തിലുള്ളൊരു അടിയുറപ്പുണ്ട്. ഈ ഇത്തരം ഒരു ഐതിഹാസികതയുടേതായിട്ടുള്ള ഒരു ഭാവുകത്വത്തെ നിലനിർത്തിക്കൊണ്ടാണ് ഈ കവിതകളെല്ലാം തന്നെ രചിച്ചിരിക്കുന്നത്. സാധാരണ നിലയ്ക്ക് നമ്മുടെയൊക്കെ ഈ പ്രായത്തിലൊക്കെ തന്നെ ഒരു എഴുത്തുകാരനെ, ഒരു ചെറുപ്പക്കാരനെ ഈ തരത്തിലുള്ളതായ ഒരു അത്ഭുതം സൃഷ്ടിച്ചെടുക്കാനായിട്ട് പ്രയാസമുണ്ട്. നമ്മൾ പറയും കവിത എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ അത് അത്ഭുതങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് കവിതകൾ എന്ന് പറയും. അത്ഭുതങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് പേരില്ലാത്തതിന് പേര് കൊടുക്കുകയാണ് ശരിക്കും കവിത ചെയ്യുന്നത്. ഇതുവരെയും ആവിഷ്കരിക്കാത്തതിനെ ആവിഷ്കരിക്കാൻ ശ്രമിക്കുകയാണ് കവിത എന്ന് നമുക്കറിയാം. ഇതുവരെ ആവിഷ്കരിച്ചതിനെ വീണ്ടും ആവിഷ്കരിക്കേണ്ട കാര്യമില്ല. ഇതുവരെയും കേൾക്കാത്തത്, ഇതുവരെയും കാണാത്തത്, ഇതുവരെയും പേരിടാത്തത്, അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടല്ലോ. അത്തരം അനുഭവങ്ങളുടെ ലോകത്തിലേക്കാണ് ഈ കവിത നമ്മളെ കൊണ്ടുപോകുന്നത്. അത് സാധാരണ ഒരു യുവ കവിതയിൽ കാണാത്തൊരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതെങ്കിലും ആശയങ്ങളെ പ്രത്യക്ഷമായിട്ട് അവതരിപ്പിച്ചു പോവുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. അങ്ങനെ അപ്രത്യക്ഷമായിട്ടുള്ള, പ്രത്യക്ഷങ്ങളല്ലാത്ത നമ്മുടെ മറുപുറങ്ങളിലുള്ള ഒരു നദിയുടെ 3-ാം കരയിലേക്ക് എന്നൊക്കെ പറയുന്ന ആ ഒരു നിഗൂഢ മേഖലകളിലേക്ക് ജീവിതാനുഭവങ്ങളെ കൊണ്ടുപോവുകയാണ് കവിത ചെയ്തിരിക്കുന്നത്. അപ്പോൾ അനുഭവത്തിന്റെ എന്താ പറയുക പ്രകാശിത സത്തയാണ് കവിത എന്ന് പറയും. അനുഭവത്തിന്റെ പ്രകാശിത സത്തയാണ് കവിത എന്നുള്ളത് കവിതയുടെ ഒരു സാധാരണ രീതിയിലുള്ള ഒരു നിർവചനമാണ്. എന്താണ് ഈ അനുഭവം എന്ന് പറയുന്നത്? അനുഭവം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ അവന്റെ അന്തരാത്മാവുമായിട്ടുള്ള ബന്ധം, ഒരു മനുഷ്യന് മനുഷ്യരുമായിട്ടുള്ള ബന്ധം, ഒരു മനുഷ്യൻ പ്രപഞ്ചവുമായിട്ടുള്ള ബന്ധം, ഈ 3
ബന്ധങ്ങളുടെ ആകെത്തുകയാണ് നമ്മൾ മനുഷ്യാനുഭവം എന്ന് പറയുന്നത്. അതായത് ഒരു കാര്യം മാത്രമല്ല, ഒരു അനുഭവം നമ്മൾ എഴുതുമ്പോൾ അനുഭവത്തിനകത്ത് നമ്മളുടെ അന്തരാത്മാവുമായിട്ട് നമ്മൾ ബന്ധപ്പെടുന്നുണ്ട്, സമൂഹവുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്, നമുക്ക് തന്നെ വ്യാഖ്യാനിക്കാനോ വിശദീകരിക്കാനോ കഴിയാത്ത പ്രപഞ്ചവുമായിട്ട്, മരണവുമായിട്ട്, മരണാനന്തര ജീവിതവുമായിട്ട്, അങ്ങനെയുള്ള ഒരു തലവുമായിട്ടുള്ള ഒരു ബന്ധം നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ 3 തലങ്ങളുടെ ഏകോപനമാണ്, ബന്ധങ്ങളുടെ ഏകോപനത്തെയാണ് മനുഷ്യാനുഭവം എന്ന് പറയുന്നത്. ഈ മനുഷ്യാനുഭവത്തിന്റെ പ്രകാശിത സത്തയാണ് ശരിക്കും കവിത എന്നുള്ളൊരു പൊതു നിർവചനമുണ്ട്. ഈ സമാഹാരത്തിലെ അനുഭവാവിഷ്കാരങ്ങൾക്ക് എല്ലാ കവിതകൾക്കകത്തും 4 വരിയിലും 8 വരിയിലുള്ള കവിതകൾ ഉണ്ടായിരിക്കും. പക്ഷേ ഈ അനുഭവങ്ങളെ ഇങ്ങനെ അത്രത്തോളം ചേർത്ത് വെച്ചിരിക്കുകയാണ്. ഈ 3 തലങ്ങൾ, 3 അടരുകൾ, അനുഭവത്തിന്റെ ഈ 3 അടരുകളെ ചേർത്ത് വെക്കുന്നു എന്നുള്ളതാണ് നമ്മളൊരു നല്ല കവിയിൽ, ഒരു വളരെ വ്യത്യസ്തനായിട്ടുള്ള കവിയിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ മലയാള കവിതയിലെ വ്യത്യസ്തമായിട്ടുള്ള വേറിട്ട ഒരു വഴി, തൻ്റെതായിട്ടുള്ള ഒരു യാത്ര തുടങ്ങിയിരിക്കുന്ന അനഘേഷിന് എല്ലാവിധത്തിലുള്ള ആശംസകൾ നേരുന്നു. നമസ്കാരം. പ്രപഞ്ചത്തോട് ചേർന്നുള്ള അനുഭവമായിരിക്കാം. പക്ഷെ ഈ അനുഭവം എന്നുള്ളത് സ്വന്തമായി തീരുമ്പോൾ, അവരുടെ ദുഃഖം സ്വന്തമായി എടുക്കുമ്പോൾ മാത്രമാണ് ആ അനുഭവം കവിതയായി തീരുന്നുള്ളൂ. എന്താണ് കവിത എന്ന് ചോദിക്കുമ്പോൾ വെഡ്സ്വർത്ത് പറയുന്നത് പോലെ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ എന്നോ ഇമോഷൻസ് റീകളക്റ്റഡ് ഇൻ ട്രാങ്ക്വിലിറ്റി എന്നോ പറയുമെങ്കിൽ പോലും ഇതെല്ലാം സ്വന്തമല്ലെങ്കിൽ, അല്ലെങ്കിൽ ഉള്ളിലേക്ക് എടുക്കാൻ സാധിച്ചില്ലെങ്കിൽ ഒരിക്കലും കവിത എഴുതാൻ സാധിക്കില്ല. അങ്ങനെ എടുക്കുന്ന ഒരാൾ തീർച്ചയായും അപകടകാരി തന്നെയാണ്. നിങ്ങൾ അറിയാത്തത് അയാൾ കാണും, അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കാത്തത് അയാൾ കേൾക്കും, നിങ്ങളുടെ അനുഭവത്തിലൂടെ അയാൾ സഞ്ചരിക്കും. അതുകൊണ്ടായിരിക്കാം കോൾറിഡ്ജ് പറഞ്ഞത് ബിവെയർ ഓഫ് ഹിം എന്ന് കവിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഒരു വാക്ക് കണ്ടെത്തി ആ വാക്കിൽ അർത്ഥം പൂർണ്ണമായി താൻ ആഗ്രഹിക്കുന്നത് ഒതുക്കി ഏറ്റവും ഭംഗിയോടുകൂടി അത് വായനക്കാർക്ക് സമർപ്പിക്കുമ്പോഴാണ് കവിത സംഭവിക്കുന്നത്. സമാഹാരത്തെ പറ്റിയോ അനഘേഷ് രവി എന്ന സാഹിത്യകാരനെ പറ്റിയോ ഒന്നും തന്നെ പറയാൻ മുതിരുന്നില്ല. എന്നെ സംബന്ധിച്ച് ഇന്ന് വളരെ അഭിമാനവും സന്തോഷമുള്ള നിമിഷങ്ങളാണ്. ഈ ഒരു അഭിമാന നിമിഷത്തിൽ സുരേഷ് സാർ പറഞ്ഞ പോലെ എനിക്കും അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ പ്രിൻസിപ്പാൾ ആവാൻ 3 മാസം ഭാഗ്യമുണ്ടായി എന്നുള്ളതാണ്. ഞാൻ ജൂണിലാണ് കോപ്പറേറ്റീവ് പബ്ലിക് സ്കൂളിൽ ജോയിൻ ചെയ്തത്. അതേസമയം ആദ്യത്തെ 3 മാസത്തോളം അദ്ദേഹം അവിടെ മലയാള അധ്യാപകനായിട്ടുണ്ടായിരുന്നു. ഈ 3 മാസത്തിനുള്ളിൽ 3 വലിയ കാര്യങ്ങൾ ചെയ്തിട്ടാണ് അദ്ദേഹം അവിടുന്ന് പോയത് എന്നുള്ളതാണ്. ആദ്യത്തെ കാര്യം, നമ്മുടെ തൃശ്ശൂർ സഹോദയ CBSE ടീച്ചേഴ്സ് കലോത്സവത്തിൽ മലയാളം കവിതാ രചനയിൽ 1ാം സ്ഥാനം നേടിക്കൊണ്ട് നമ്മുടെ സ്കൂളിന് അഭിമാനകരമായി എന്നുള്ളതാണ്. അപ്പൊ അതിൽ നിന്ന് എനിക്ക് അറിയാൻ സാധിച്ചത്, കൂടെ പോയ അധ്യാപകർ പറഞ്ഞത് വിത്തിൻ 10 മിനിറ്റ്സ് സാറ് ആ പോം അവസാനിച്ച് ഇറങ്ങി എന്നുള്ളതാണ്. ബാക്കിയുള്ളവർക്ക് സമയം തികയുന്നില്ല എന്നാണ് അറിഞ്ഞത്. അത് അങ്ങനെ നമ്മുടെ സ്കൂളിന്റെ പേര് ഉയർത്താൻ അദ്ദേഹം സഹായിച്ചു. രണ്ടാമത്തെ കാര്യം, സജീവൻ സാർ പറഞ്ഞ പോലെ നമ്മുടെ സ്കൂളിൽ ഒരു പുതിയ പ്രാർത്ഥനാ ഗീതം അദ്ദേഹം എഴുതി. ഇപ്പൊ നമ്മൾ അതാണ് അവിടെ ചൊല്ലുന്നത് എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം, സാറ് ഇറങ്ങിയതിന് ശേഷം അധ്യാപക ദിനം വന്നു. സാറ് പോയതിന് 1 മാസം ശേഷമാണ്. അപ്പോ 8ാം ക്ലാസ്സിലെയും 9ാം ക്ലാസ്സിലെയും 10ാം ക്ലാസ്സിലെയും ഒരു കൂട്ടം വിദ്യാർത്ഥികൾ എന്റെ ക്യാബിനിലേക്ക് വന്നിരുന്നു. എന്നിട്ട് പറഞ്ഞു, മാം ഞങ്ങൾക്ക് അനഘേഷ് സാറിനെ നാളെ ഒന്ന് സ്കൂളിലേക്ക് എത്തിക്കാൻ സാധിക്കുമോ എന്നുള്ളത് ചോദിച്ചു. അതിൽ നിന്നും മനസ്സിലാക്കാവുന്നത്, നമ്മൾക്ക് അറിയാം ഒരു അധ്യാപകൻ എന്നുള്ളത് കുട്ടികളെ എൻലൈറ്റൻ ചെയ്യുക, ഇൻസ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ എത്രത്തോളം അദ്ദേഹം അവിടുന്ന് പോയിട്ടും കൂടി കുട്ടികളെ അദ്ദേഹത്തിനെ ഓർക്കുന്നു എന്നുള്ളതാണ്. അത്രയധികം അദ്ദേഹം കുട്ടികളിൽ ഇൻസ്പിറേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഈ പോരാട്ടത്തിന്റെ ഒരു വന്യതയുടെ ഒരു കഥ പറയുന്ന കവിതകളാണ് എല്ലാം. അതിനർത്ഥം എന്ന് പറയുന്നത്, ജീവിതത്തിലെ ഇത്രമാത്രം വേട്ടയാടലുകൾ ഉണ്ടായിപ്പെട്ടുള്ള ഒരു വ്യക്തി എൻ്റെ അടുത്ത കൂട്ടങ്ങളിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. കാരണം അത്രയും ചെറുപ്രായത്തിൽ തന്നെ ജീവിതം വേട്ടയാടിയപ്പോൾ അതിനെ തിരിച്ചു വേട്ടയാടുന്നതിൽ ഒരു ആസ്വാദനം കണ്ടെത്തിയിട്ടുള്ള ആളാണ്. ആ ആസ്വാദനമാണ് അവൻ്റെ ഓരോ കവിതകളും. വേട്ട എന്ന് പറയുന്ന കവിത, പ്രതിനായകന്റെ ജനനം അത്ര ആയാസരഹിതമായിരുന്നില്ല എന്ന് പറയുന്നത് തുടക്കവും, അതുപോലെ തന്നെ യുദ്ധകാന്ഡം, ഓരോ കവിതകളിലും നമുക്ക് ഒരു യുദ്ധം കാണാൻ സാധിക്കും. അവൾ ദൂരം എന്ന് പറയുന്ന കവിതയിൽ പ്രണയത്തിൻ്റെ ഒരു വല്ലാത്ത
മറ്റൊരു തരത്തിലുള്ളൊരു വേട്ടയാടൽ കാണാൻ സാധിക്കും. എന്നാൽ ഇതിലൊന്നും തന്നെ ഉൾക്കൊള്ളിക്കാനോ തന്നെ തകർത്ത് കളയാനോ അല്ലെങ്കിൽ തളർത്താനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിൽ അതിന് മറുപടി പറയുന്ന ഒരുപാട് കവിതകളുണ്ട്. ഇപ്പോൾ എല്ലാ കവിതകളും എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ പറയാനായിട്ട് സാധിക്കില്ല. പക്ഷെ എന്നാലും അതിൻ്റെ ഓരോ കവിതകളും നിങ്ങൾക്ക് തന്നെ ഒരു തിരിച്ചറിവായിട്ട് ഒരു ജീവിതത്തോടുള്ളൊരു പോരാട്ടമായിട്ട് കാണാൻ പറ്റുന്ന കവിതകളാണ്. അതിൻ്റെ ശാപമോഷമായാലും ഈ പറഞ്ഞ പോലെ വേട്ടയായാലും മഹാപ്രസ്ഥാനമായാലും ഒക്കെ നിങ്ങൾക്ക് സ്വയം ഇൻസ്പിറേഷൻ കൊണ്ടുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന കവിതകളാണ്. അതുപോലെ വിഭാവനം എന്ന് പറയുന്നൊരു കവിത. പിന്നെ അദ്ദേഹത്തിൻ്റെ കഴിവുകളെ ഇതിൽ പ്രതിഫലനം ചെയ്യുന്ന വേറെ കവിതകളുണ്ട്. കുമ്മാട്ടിപ്പാട്ട് പോലുള്ള ആന പോലുള്ള കവിതകളുടെ ഒരു താളമുണ്ട്. ആനയെ ഇത്രയധികം താളത്തിൽ വർണ്ണിക്കാൻ പറ്റുന്നത് അദ്ദേഹത്തിൻ്റെ ചിലകളിലുള്ള സംഗീതമാണ്. ആ സംഗീതം തന്നെയാണ് കുമ്മാട്ടിപ്പാട്ട് എന്ന് പറയുന്നതിലും ഓട്ടംതുള്ളലിൻ്റെ കൃതിയിൽ എഴുതിയിട്ടുള്ള മഹാഭാരതത്തിൻ്റെ കുരുക്ഷേത്രം എന്ന് പറയുന്നതിലും കാണാൻ സാധിക്കുന്നത്. അത് നമുക്ക് ഒരു താളത്തിൽ നമുക്കത് വായിക്കാൻ സാധിക്കുകയാണെങ്കിൽ ആ താളത്തിൽ തന്നെ അത് തുടർന്ന് കൊണ്ടുപോകാൻ ആയിട്ട് നമുക്ക് പറ്റും. അതാണ് ആ സംഗീതവും കവിതയും ഒറ്റപ്പെടലും അത്തരം കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ ഇതിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. ഇങ്ങനെ കുറേ കാര്യങ്ങളിൽ ഈ ചുരുക്കിയ വാക്കുകളിലൊക്കെ അദ്ദേഹം പല കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ട്. എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്ന സമയത്ത് അവൻ പറഞ്ഞൊരു സംഭവമാണ്. അത് വിധിയോടുള്ളൊരു വെല്ലുവിളിയാണ്. തിരിഞ്ഞോടി ശീലമില്ലാത്തവനെ മല്ലയുദ്ധത്തിന് ക്ഷണിക്കുമ്പോൾ വിജയം ഉറപ്പുണ്ടാവണം. അതായത് തിരിഞ്ഞോടി ശീലമില്ലാത്ത ഒരാളെ മല്ലയുദ്ധത്തിന് വിളിക്കുമ്പോൾ വിജയം ഉറപ്പുണ്ടാവണം. ഇല്ലെങ്കിൽ അയാൾ തോൽക്കുന്നുള്ള ഉറപ്പാണ്. കാരണം ഈ യുദ്ധത്തിൽ ഒരിക്കലും തിരിഞ്ഞോടാൻ ഉദ്ദേശിച്ചിട്ടില്ല. കാരണം അത്രമാത്രം സ്വന്തം പേനയുടെ കഴിവിനെ അവൻ വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ കൂടുതൽ പറയുന്നില്ല. ഇതിലെ ഓരോ കവിതകളും നിങ്ങൾ ഏതൊരു മൂഡിലാണ് നിങ്ങൾ തോൽവി മുന്നിൽ കാണുന്നത്, ആ തോൽവി മുന്നിൽ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഇതിലൊരു കവിത എടുത്ത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ തോൽവിനെയൊക്കെ നമുക്ക് നിസ്സാരമായിട്ട് തോൽപ്പിക്കാൻ പറ്റുന്നുള്ളത്. അങ്ങനെയുള്ള ഒരുപാട് കവിതകൾ ഇതിലുണ്ട്. അപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നിർത്താം. അനഘേഷ് എപ്പോഴും ഈ എളിമയോടെ ഒന്നാമനാവാനായിട്ട് അനഘേഷ് ആഗ്രഹിക്കുന്നതായിട്ട് തോന്നിയിട്ടില്ല. ഒന്നാമനാവാനായിട്ടല്ല, എപ്പോഴും ഒരു യുദ്ധം നടക്കുമ്പോൾ രണ്ടാമനായിട്ട് നിൽക്കാനാണ് അവൻ ആഗ്രഹിക്കുന്നത്. പിന്നീടാണ് ആ രണ്ടാമനായിട്ട് നിൽക്കുന്നതിൻ്റെ സാങ്കത്യം എന്താണെന്നുള്ളത് മനസ്സിലാവുന്നത്. കാരണം മഹാഭാരത യുദ്ധത്തിൽ ഒരു രണ്ടാമനുണ്ടായിരുന്നു. ആ രണ്ടാമനായിരുന്നു ആ യുദ്ധത്തിലെ ഏറ്റവും ശക്തൻ, ഭീമൻ. ആ ഭീമനെ ആരാധിക്കുന്ന, ഭീമന്റെ യുദ്ധങ്ങളിൽ ഊറ്റം കൊള്ളുന്ന ഒരു യുദ്ധവീരനായിട്ടുള്ള ഒരു അനഘേഷുണ്ട്. ആ അനഘേഷിന്റെ പേന കൊണ്ട് ഇത്രയും നടത്തിയ ഈ യുദ്ധമാണ് ഇന്ന് അവനെ ഇവിടെ എത്തിച്ചിട്ടുള്ളത്. അങ്ങനെ ആ രണ്ടാമന്റെ യുദ്ധം ഇനി നിങ്ങൾ കാണാൻ കിടക്കുന്നേ ഉള്ളൂ എന്നാണ് എൻ്റെ മനസ്സിൽ പറയുന്നത്. അത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ സുഹൃത്തിനെ, ഞങ്ങൾ ഒപ്പം കൈപിടിച്ച് നടന്നിട്ടുള്ള എൻ്റെ ആത്മമിത്രത്തിന് ഞാൻ ഈ പുസ്തകത്തിൻ്റെ പരിചയപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ ഒന്ന് അഭിനന്ദിക്കുന്നു. ഒരു കാര്യം കൂടി പറയാം. ഇതിൻ്റെ സമർപ്പണത്തിൽ അത്രമേൽ പ്രിയപ്പെട്ട അച്ഛനെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വരിയുണ്ട്. ആ വരി അവൻ്റെ ജീവിതം, ഇത് ഈ കവിതകളിലൂടെ മാത്രം കണ്ടിട്ട് തമ്പി സാറ് അവനെ അത്രയും നന്നായിട്ട് മനസ്സിലാക്കി എന്നറിയുമ്പോൾ ആ കവിതകൾ എത്രമാത്രം ആഴത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാവുന്നു. കാരണം ആ അവതാരിക വായിച്ചാൽ അനഘേഷിനെ ഏറ്റവും അടുത്തറിയാവുന്ന ഒരാൾ എഴുതിയ അവതാരിക പോലെയാണ് തോന്നുക. ആ കവിതകൾ അത്രയും പ്രകാശിതമായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണത് എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. സന്തോഷം. നന്ദി. പറയട്ടെ, അവിടെ നമ്മുടെ ലാലേട്ടന്റെ ഒരു കട്ട ഫാനാണ്. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ, അത്രമേൽ പ്രിയപ്പെട്ടവർ, ഏവർക്കും നമസ്കാരം. എന്താണ് പറയേണ്ടത് എന്നെനിക്ക് വ്യക്തമല്ല. ഇപ്പോഴും സ്നേഹത്താൽ ചുറ്റപ്പെട്ട ഒരു തുരുത്തായി മാറുന്നതിൻ്റെ എല്ലാ ആനന്ദത്തിലുമാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. എന്നെക്കുറിച്ച് പറഞ്ഞ എല്ലാ സ്നേഹാക്ഷരങ്ങൾക്കും ഹൃദയത്തിൽ നിന്നുള്ള നന്ദിയും സ്നേഹവും
ആദ്യമേ അറിയിക്കുകയാണ്. ഈ കലാലയമാണ് എന്നെ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ടുള്ളത്. ഇവിടുത്തെ അക്ഷരം സാഹിത്യവേദിയും വൈഖരിയും അതിലെ പ്രവർത്തനങ്ങളൊക്കെയാണ് എന്നെ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കലാലയത്തിന്റെ ഓഡിറ്റോറിയത്തിൽ വെച്ച് എൻ്റെ ആദ്യ പുസ്തകം പ്രകാശനം ചെയ്യപ്പെടുമെന്നൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. 2010 ഫസ്റ്റ് BA മലയാളത്തിന് എന്നെ ചേർത്താൻ വന്നതിന് ശേഷം പിന്നെ എൻ്റെ അമ്മ ഈ കോളേജിലേക്ക് വരുന്നത് ഇപ്പോഴാണ്. അത്രയും ഒരു പ്രധാനപ്പെട്ട നിമിഷമാണ് ഇത്. സ്നേഹിതരും കുടുംബാംഗങ്ങളും ഗുരുക്കന്മാരും എൻ്റെ ശിഷ്യന്മാരും സഹപ്രവർത്തകരും എല്ലാവരും ഇരിക്കുന്ന ഈ ചടങ്ങിൽ അച്ഛൻ കൂടെയില്ല എന്നുള്ളൊരു സങ്കടം ഹൃദയത്തിൽ അവശേഷിക്കുന്നുണ്ട്. ജീവൻ നേരത്തെ പറഞ്ഞതുപോലെ മരണവും ഒറ്റപ്പെടലും പരിഹാസങ്ങളും അവഗണനകളും എല്ലാം ഏൽപ്പിച്ച ശൂന്യതയിൽ നിന്നാണ് ഗോദാവരിയിലെ ഓരോ കവിതകളും പിറന്നിട്ടുള്ളത്. വളരെ കാലത്തെ ഒരു സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമാണ് ഈ ഒരു കവിതാ സമാഹാരം. സത്യത്തിൽ ആ സ്വപ്നം ആരംഭിച്ചത് സജീവൻ സാറിന്റെ ഒരു വോയിസ് മെസ്സേജിൽ നിന്നാണ്. സജീവൻ സാർ ഒരു വോയിസ് മെസ്സേജ് അയക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അനകേഷ് മാഷിന്റെ കവിതകൾ ഞങ്ങളൊരു പുസ്തകമാക്കാൻ പോവുകയാണ്, മാഷിന്റെ മറ്റു കാര്യങ്ങളൊന്നും അറിയണ്ട, മാഷ എഴുതിയ കവിതകൾ കൊണ്ടുവരൂ എന്ന് സജീവൻ സാറ് പറഞ്ഞു. അവിടെ നിന്നാണ് ഈ സ്വപ്നം ആരംഭിക്കുന്നത്. പിന്നീട് ആ സ്വപ്നത്തിന്റെ ആദ്യ മധ്യാന്തം സാറ് കൂടെ നിന്നു. അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ള സജീവൻ സാറാണ്. സാറിനോടുള്ള നന്ദി വെറും വാക്കുകൾ കൊണ്ട് പറയാവുന്ന ഒരു കാര്യമില്ല. കടലാസ് കഷ്ണങ്ങളിലും FB പോസ്റ്റുകളിലും മാത്രമായിട്ടുള്ള എഴുത്തുകൾ ഒരു പുസ്തകമായിട്ട് മാറാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സജീവൻ സാറ് പിന്തുണ നൽകിക്കൊണ്ട് കൂടെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സ്നേഹവാത്സല്യങ്ങളുടെ വറ്റാത്ത നദീനാമമായി എൻ്റെ ഹൃദയത്തിലൂടെ സജീവൻ സാർ എന്നും ഒഴുകും. ഈ ഒരു ചടങ്ങിൽ അധ്യക്ഷപദം അലങ്കരിച്ച് പുസ്തകം ഏറ്റുവാങ്ങിയ സജീവൻ സാറിനോടുള്ള നന്ദി ഔപചാരികതയുടെ പേരിൽ വാക്കുകൾ കൊണ്ട് മാത്രം ഞാൻ അറിയിക്കുകയാണ്. ഗോദാവരി എന്ന കവിതാ സമാഹാരത്തെ ആദ്യമായി സ്നേഹാക്ഷരങ്ങളാൽ ആശ്ലേഷിച്ചത് അത്രമേൽ പ്രിയപ്പെട്ട തമ്പി സാറാണ്. സജീവൻ സാറിന്റെ ഗുരുനാഥനാണ് തമ്പി സാറ്. മലയാള നോവൽ സാഹിത്യത്തിന് പുതിയ തലങ്ങളിലേക്ക് വ്യാപരിക്കാൻ ഊർജമാകുന്ന സാറിന്റെ ഇതം പാരമിതം എന്ന് പറയുന്ന നോവൽ വലിയ അംഗീകാരങ്ങളിലേക്ക് കുതിക്കുകയാണ്. ഗോദാവരിയെ കുറിച്ച് സാർ എഴുതിയിട്ടുള്ള ഓരോ അക്ഷരങ്ങളും നിധിയേക്കാൾ മൂല്യവത്തായിട്ടുള്ള ഋഷഭിലെ ജ്വാലയായി ഞാൻ ഹൃദയത്തിൽ ഏറ്റുകയാണ്. പുസ്തക പ്രകാശന ക്രമം നിർവഹിച്ച തമ്പി സാറിന് സ്നേഹമുദ്രകളാൽ 1000 നന്ദി ഈ അവസരത്തിൽ അറിയിക്കും. ഗോദാവരിയെ ആഴത്തിൽ വ്യാഖ്യാനിക്കുകയും സ്നേഹാശംസകൾ അർപ്പിച്ച് മൂല്യവത്തായ വാക്കുകളാൽ അനുഗ്രഹിക്കുകയും ചെയ്ത കവിയത്രിയും അധ്യാപികയുമായ ശ്രീമതി അജിത ടീച്ചർക്ക് ഹൃദയംഗവുമായിട്ടുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. സ്നേഹപൂർണമായ വാക്കുകളിലൂടെ ഗോദാവരിക്ക് ആശംസകൾ അർപ്പിച്ച് നമ്മുടെ കലാലയത്തിന്റെ അക്കാദമി തല മേധാവി ശ്രീ സുരേഷ് സാറിന് എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ആശംസാ ഭാഷണത്തിലൂടെ ഗോദാവരിയെ ആശ്ലേഷിച്ച, പ്രചോദനവും പ്രോത്സാഹനവും നൽകി പിന്തുണയ്ക്കാറുള്ള, എന്നും പ്രസന്നമായ ചിരിയോടെ തന്നെ എതിരേൽക്കാറുള്ള കോപ്പറേറ്റ് പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീമതി ശ്രുതി മിസ്സിന് സ്നേഹമുദ്രകളാൽ 1000 നന്ദി അവസരത്തിൽ അറിയിക്കുകയാണ്. ഈ ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചത് അത്രമേൽ പ്രിയപ്പെട്ട എൻ സാറാണ്. സാഹിത്യം, കല, സാംസ്കാരിക പ്രവർത്തനം എന്നിങ്ങനെ വിഭിന്ന മേഖലകളിൽ ശോഭിക്കുന്ന നമ്മുടെ കലാലയത്തിന്റെ ഡയറക്ടർ ശ്രീ ആൻഡോ സാറിന് ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. പുസ്തകം പരിചയപ്പെടുത്തിയത് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന് പറയാൻ എനിക്ക് ഇഷ്ടമല്ല, എൻ്റെ കൂടപ്പിറപ്പായിട്ടുള്ള ജീവനാണ്. കരുത്തുറ്റ ഭാഷയും അസാധ്യമായിട്ടുള്ള എഴുത്തും ആണ് ജീവന്റെ കൈമുതൽ എന്ന് പറയുന്നത്. പഠനകാലത്ത് ആരംഭിച്ച സൗഹൃദത്തിലൂടെ അക്ഷരം സാഹിത്യവേദി, വൈഖരി മാഗസിൻ, തെരുവ് നാടകം, സിനിമ എന്നിങ്ങനെയുള്ള വിഭിന്ന മേഖലയിലൂടെ ഞങ്ങൾ ഒരുമിച്ചാണ് സഞ്ചരിച്ചത്. രമേശൻ സാറ് പരിചയപ്പെടുത്തിയ 2-ാം മൂഴം എന്ന നോവലാണ് ഞങ്ങളെ
അന്നും ഇന്നും സ്വാധീനിക്കുന്ന ഒരു നോവൽ എന്ന് പറയുന്നത്. എൻ്റെ ആദ്യ പുസ്തകമായിട്ടുള്ള ഗോദാവരി ഈ ചടങ്ങിൽ ആര് പരിചയപ്പെടുത്തും എന്ന് ചോദിച്ച സമയത്ത് എനിക്ക് മറ്റൊരു പേരുകൾ ഉണ്ടായിരുന്നില്ല. കാരണം എൻ്റെ ഇടർച്ചകൾ അറിയുന്ന, എൻ്റെ പരാജയങ്ങൾ അറിയുന്ന, എൻ്റെ ഒറ്റപ്പെടലുകൾ അറിയുന്ന ജീവൻ തന്നെയാണ് ഈ ഒരു ചടങ്ങിൽ ഏറ്റവും അധികാമിനെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ജീവനെ ഈ ഒരു പുസ്തകം പരിചയപ്പെടുത്താനായിട്ട് പറഞ്ഞത്. ഔപചാരികതയുടെ പേരിൽ മാത്രം വാക്കുകളാൽ ഞാൻ ജീവനെ നന്ദി അറിയിക്കുകയാണ്. ഈ ചടങ്ങിന് സാക്ഷ്യം വഹിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും, എന്നെ ഞാനാക്കിയ എല്ലാ ഹൃദയങ്ങൾക്കും നിറഞ്ഞ മനസ്സോടെ നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. ഇനിയും എന്തൊക്കെ പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഒന്നും വരുന്നില്ല. ഒഴുക്ക് നിലയ്ക്കും വരെ ഗോദാവരി ഒഴുകട്ടെ എന്ന് ഞാൻ എൻ്റെ സ്വന്തം പുസ്തകത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്.